വിളിച്ചവരെല്ലാം വന്നു. പിന്നെ വർക്കിച്ചന്റെ ഒരു കുറവുണ്ടായിരുന്നു. എന്നെ പറ്റി ആരേലും വല്ലതും പറഞ്ഞാർന്നോ? പറഞ്ഞോന്നോ? കുറെ നേരം വർക്കിച്ചനെ പറ്റി മാത്രമാണ് പറഞ്ഞത്. അത് പോരാണ്ട് വന്നപ്പം വർക്കിച്ചന്റെ തന്തേനെയും തള്ളേനെയും എല്ലാം പറഞ്ഞു. എന്ത് രസമായിരുന്നു അറിയാം. അപ്പൊ ഞാൻ വരാനത് നന്നായി. പിന്നെ വന്ന് ചെയ്യുന്നതിനേക്കാൾ നല്ലതാണല്ലോ വരാതെ നാറുന്നത്. അല്ല പിന്നെ ഏലമ്മേ, എടി ഏലമ്മേ, ചായ ഈ രണ്ടുപേരിലെ ഏതെങ്കിലും ഒന്ന് തൊട്ടേ. ഇത് തൊടണോ ഇത് തൊടണോ? തോട്. അല്ല ഞാൻ ഒന്ന് ആലോചിച്ചിട്ട് ഇത് തൊടണോ തോട്. ഞാൻ അതങ്ങനെ ഭാഗ്യവാനെ, ഒറ്റയടിക്കല്ലേ 10,000 രൂപ ലാഭിച്ചത്. അതെങ്ങനെ? ഈ വിരലിലായിരുന്നു തൊട്ടതെങ്കിൽ എനിക്ക് 20,000 രൂപയുടെ സാരി വാങ്ങി തരണമായിരുന്നു. ഇതിപ്പോ ഈ വിരലായതുകൊണ്ട് 10,000 രൂപയുടെ സാരി മതി. ഭാഗ്യവാൻ. കള്ളം. അവര് വിളിച്ചായിരുന്നോ? മോരും കരിമീനും ഒക്കെ ഇങ്ങ് എത്താറായി. പല മോളും മരുമോനും ഒക്കെ ഇങ്ങ് എത്താറായി. നമ്മുടെ കുഞ്ഞുമോളും ജോയിമോനും ഗ്ലാമറിന്റെ കാര്യത്തിൽ കട്ടയ്ക്ക് കട്ടയാന്ന് എല്ലാരും പറഞ്ഞേ. പക്ഷെ പൊക്കത്തിന്റെ കാര്യത്തിന് കട്ടയുടെ പുറത്ത് കയറിയെന്ന് അഡ്ജസ്റ്റ് ചെയ്തെന്നാ പറയുന്നത്. ശരിയാ, ഇച്ചിരി പൊക്ക കുറവുണ്ട്. അത് കുഴപ്പമില്ലടി. ബെൻസും BMW ഒക്കെ ഓടുന്ന റോഡിലൂടെ തന്നെയല്ലേ നാനോ കാർ ഓടുന്നത്. നമ്മുടെ കുഞ്ഞുമോൾ ഏതായാലും ഭാഗ്യവതിയാ. ഒരു നാനോ ചെറുക്കനെങ്കിലും കിട്ടിയല്ലോ. എനിക്ക് കിട്ടിയ പോലെ ഉന്തുകൊണ്ടേ ആയില്ലല്ലോ. ജോയിമോൻ ആദ്യമായിട്ട് വരുമ്പോ നമ്മൾ അവനെ ഒന്ന് ഞെട്ടിക്കണം. ഞെട്ടിക്കാനാണെങ്കിൽ ഒരു ഗുണ്ട് മേടിച്ചങ്ങ് പൊട്ടിച്ചാലോ? വിഡ്ഢി, ചെറുക്കനെ ഒന്ന് സന്തോഷിപ്പിക്കണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ അവന് എന്നാ കൊടുക്കും? എനിക്കുള്ളതെല്ലാം അവനുള്ളതല്ലേടി. നിങ്ങളുടെ ചുമയും ഷുഗറും കൊളസ്ട്രോളും കിട്ടിയിട്ട് അവൻ എന്നാ കാണിക്കാനാ? അതൊന്നും അല്ലടി. നമ്മുടെ തറവാട്ടുകാർ തലമുറകളായി കൈമാറി വന്ന ആഴക്കടലിന്റെ അടിത്തട്ടിലിട്ട് തണുപ്പിച്ച് 150 വർഷം പഴക്കമുള്ള ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഏറ്റവും വില കൂടിയ സിംഗിൾ മാൾട്ട് വിസ്കി. എന്നാൽ ഒരു സത്യം ഞാൻ പറയാം, കല്യാണം കൂടാൻ വേണ്ടി മാത്രമല്ല, ഇന്ന് ഈ വിശേഷപ്പെട്ട കുപ്പി പൊട്ടിക്കുമ്പോ അതിന്നൊരു പെഗ്ഗെങ്കിലും കുടിക്കാൻ വേണ്ടിയാ വിദേശത്തുനിന്ന് വരെ അളിയന്മാരും അമ്മാവന്മാരും വന്നിരിക്കുന്നത്. വിസ്കി കൊതിയന്മാര്. നീ വർത്താനം പറഞ്ഞു നിൽക്കാതെ പോയി ടച്ചിങ്സിലുള്ള മീൻ പൊരിക്ക്. മീൻ പൊരിച്ചത് മുഴുവൻ നിങ്ങളുടെ തള്ള എടുത്ത് തിന്നു. തള്ളേ, എന്റെ പൊന്നോ, അത് മീൻ വറുത്തതല്ല, തുരുമ്പ് പിടിച്ച പിച്ചാത്തിയാ. എന്റെ കർത്താവേ, മീൻ വറുത്തത് തീർന്ന കാരണം കുഞ്ഞു പിള്ളേരുടെ കൂടെ പഴത്തിന് വേണ്ടി ഇടി ഉണ്ടാക്കുവാന്ന് എനിക്ക് തോന്നുന്നേ. അത് മോഹൻലാൽ അല്ല, മോഹൻ തന്നെ വീണപ്പോ മൂക്ക് പ്ലീങ്ങി പോയതാ. ഇവര് മരുമോന്റെ മുമ്പിൽ നമ്മളെ നാണം കെടുത്തു. ഈ മോടി അന്ന് ആ അഗതി മന്ദിരത്തിൽ നിന്ന് സംഭാവന ചോദിച്ചു വന്നപ്പോ ഇവരെ അങ്ങ് സംഭാവനയായിട്ട് കൊടുത്താൽ മതിയായിരുന്നു. എന്റെ കെട്ടിയോൻ കൊച്ചു പറയതിന്റെ സംഭാവനയാണ് ഈ നിൽക്കണ നിന്റെ കെട്ടിയോനെന്ന കാര്യം നീ മറക്കരുത്. ഈ സമയത്താരാണ് ചൂടൻ ചായ ആയിട്ട് വന്നിക്കണത്? അങ്ങനെയാണെങ്കിൽ ഒരു ഗ്ലാസ് എനിക്ക് തന്നെ. ഓ, അത് ചൂടച്ചായനെ വിളിച്ചതാ, അങ്ങയുടെ കൂട്ടുകാരൻ ആൽവി. നിനക്ക് തന്നെ പറ്റിയതാ. ഞാൻ തോരണം അഴിക്കാൻ വേണ്ടി പോയതാ. അപ്പൊ ഇതൊരു മാരണം ആയി. ഇനി ഇതെങ്ങനെങ്കിലും ഒന്ന് ഊരണം. ശ്വാസം മുട്ടി ചാവാൻ പോകുമ്പോഴാ അവന്റെ ഒരു പ്രാസ കോമഡി. നീ ആൽവി അല്ലടാ, പിന്നെ തോൽവി. വിസിലടിച്ചു, ഞാൻ പോവാ. കണ്ട ആരാണ്ടും വന്ന് വിസിലടിക്കാൻ കാത്തു കയറുന്ന നിന്റെ പെണ്ണും പുള്ള കൂടെ ഇറങ്ങി പോകാൻ. എന്റെ അമ്മച്ചി, അത് ഇറച്ചി വെന്തപ്പോ കുക്കർ വിസിലടിച്ചതാ. ഇറച്ചി വെന്ത എന്ന് ഞാനും പോണ്. എടീ, അത് തിന്നു തീർക്കല്ലോടി. ചേട്ടായി, സംഗതി എപ്പോ എത്തും? മോളും മരുമോനും പുറപ്പെട്ടിട്ടുണ്ട്. ഓരോ കാര്യല്ല, 150 കൊല്ലം പഴക്കമുള്ള ആ വില കൂടിയ വിസ്കി അതെന്റെ മരുമോൻ ജോയിയുടെ കൈകൊണ്ടേ തുറക്കും. 2 അളിയന്മാരും അമ്മാവനും കൂടെ ബാങ്ക് ലോക്കറിൽ നിന്ന് കുപ്പി എടുക്കാൻ പോയിട്ടുണ്ട്. ഇപ്പൊ ഇനി കൊണ്ടുവരും. ഈ
ഇങ്ങോട്ട്. സൂക്ഷിച്ച് സൂക്ഷിച്ച്. ഓ കർത്താവേ. അവര് വരുന്നവരെ കാക്കണോ? നമുക്ക് ഓരോന്ന് അടിച്ചാലോ? അത് ശരിയാ. തൊട്ടുപോകരുത്. കുഞ്ഞുമോളും എന്റെ പുതിയ മരുമകൻ ജോയ് മോനും വന്നതിന് ശേഷമേ ഞാനത് പൊട്ടിക്കും. എനിക്ക് കൊതി സഹിക്കാൻ വയ്യ. കുഞ്ഞുമോളും ജോയ് മോനും വന്നേ. ചേരും കൊണ്ട് മോഹിപ്പിക്കും പെണ്ണാണ് മണിവാനത്താരം പെണ്ണിൻ മെയ്യിൽ നിന്നാണ് നേരം മണ്ണെ മോനെ, നിനക്ക് വേണ്ടി നമ്മൾ ഈ കുപ്പിയും വെച്ച് കാത്തു നിൽക്കുകയായിരുന്നു. ഉമ്മ കല്യാണം കഴിഞ്ഞിട്ട് കുഞ്ഞുമോള് പോലും തന്നിട്ടില്ല ഇത്രയും ഉമ്മ. കുളിരി പോയി. ചെക്കന് ഇച്ചിരി ഏറ് കിട്ടട്ടെ. ഏറെ കിട്ടാൻ ചെറുക്കൻ എന്താ കൊടിച്ചിപ്പെട്ടിയോ? വീട്ടിൽ കയറി വരുന്ന മരുമോനോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? അതെ. ജോയ് മോനെ കാര്യമാക്കി എടുക്കരുത് കേട്ടോ. ഇതൊക്കെ ഫാമിലിയിലുള്ള കോമഡിയാ. അപ്പച്ചാ കണ്ടോ, മരുമോനെ കിട്ടിയപ്പോ എന്നെ ആരും നോക്കാതായി. വരുന്ന വഴിക്ക് നാട്ടിലെ സകല ആമ്പിള്ളാരും ഓട്ടോക്കാരും ലോറിക്കാരും ഒക്കെ നോക്കിയത് പോരെ, ഇനി ഇവരും കൂടെ നോക്കണോ? ഈ ചൈൻ ഇങ്ങനെ അബു സലീമിനെ പോലെ ഭയങ്കര കോമഡിയാ. താങ്ക് യു. ഞാൻ പോയി എന്തെങ്കിലും കുടിക്കാൻ എടുത്തോണ്ട് വരാം. കുറച്ച് ഐസും കൂടി എടുത്തോ. ആമ്പിള്ളേർ ഇങ്ങനെ പിന്നെ എന്നൊക്കെ ഒരു വിശേഷം? മോനെ പറ, നിനക്ക് എന്നാ വേണ്ടേ? പറയടാ, എന്നാ വേണ്ടേ? എന്നാ വേണ്ടേ? അമ്മാവൻ എന്നായിരുന്നു പണി? മിലിറ്ററിയിലായിരുന്നു. ഇപ്പൊ KKU ഗ്രൂപ്പിന്റെ അഡ്മിനിസ്ട്രേറ്ററാ. KKU? കൊച്ചിൻ കോമാള യൂണിയൻ വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനാ. അമ്മാവൻ എത്ര മെസ്സേജ് അയച്ചാലും ഒരു പട്ടി പോലും തിരിച്ചയക്കൂല. ജോയ് മോനെ ജോയ് മോനെ ഇതെന്നാ കാണ പറയോ? അയ്യോ ജോയ് മോന് പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഇതെന്റെ അമ്മച്ചി. ആ, അമ്മച്ചിക്ക് ഒരു കനവില്ലല്ലോ. മക്കളൊന്നും അമ്മച്ചീനെ നോക്കണില്ലേ? നോക്കാറില്ല. ചില സമയത്തുള്ളവന്റെ ഒക്കെ നോട്ടം കണ്ടല്ല നിന്ന നിപ്പില് മുള്ളിപ്പോവും. എല്ലാരും കൂടി ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് നിന്നാ മതിയോ? എന്താ ചോദിച്ചാ ഞങ്ങളുടെ പറമ്പിലുണ്ടായ കരിക്ക. ജോയ് മോനെ അത് കുടിക്ക്. ഓ വേണ്ട. പിന്നെ എന്താ നിനക്ക് വേണ്ടേ? എന്താണെങ്കിലും പറ, ഞങ്ങള് സാധിച്ചു തരും. എന്നാ ഞാൻ പറയട്ടെ? പറ. എനിക്ക് വെടിയിറച്ചി കിട്ടുമോ? വെടിയിറച്ചിയാ? അത്രേ ഉള്ളോ? ഏലമ്മേ, ഓ. നീ അതിങ്ങ് എടുത്തോണ്ട് വാ. ശരി. അമ്മാവാ, ഉണ്ടല്ലോ അല്ലേ? 2 എണ്ണം. നീ അതോട്ട് പിടിച്ച അമ്മാവാ. ആ. വെടിവെക്ക്. വെക്ക്. ആ, ഉന്നം തെറ്റല്ലേ? എന്നിട്ട് പിടി. വെടി അറച്ചു റെഡി. ഇനി കൊണ്ടുപോയി കറി വയ്ക്കും. ജോയിച്ചാൻ കണ്ട എന്റെ വീട്ടുകാരുടെ സ്നേഹം. ഇങ്ങനെയുള്ള സ്നേഹം അല്ല, എനിക്ക് കാട്ടിൽ നിന്നുള്ള വെടിയിറച്ചി വേണം. അമ്മാവാ, കാട്ടിൽ ചെന്ന് എന്തിനെങ്കിലും വെടിവെച്ചു കൊണ്ടുപോവാ. ചെല്ലമ്മാവാ. ചെല്ലാം. ഞാൻ പോയിട്ട് തിരിച്ചു വരുന്നത് വരെ 150 വർഷം പഴക്കമുള്ള ഈ കുപ്പിയിൽ നിങ്ങൾ ആരും തൊട്ടുപോകരുത്. ഇല്ല, ധൈര്യമായിട്ട് പോയിച്ചു വാ. നിങ്ങൾ എന്ത് വർത്താനായി പറയുന്നേ? അങ്ങനെ കാത്തു നിൽക്കാൻ പറ്റുമോ? അതെ, ഞാനത് പറയാൻ വരികയെന്ന്. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, എന്റെ മരുമോൻ ജോയ് മോന് വേണ്ടി ഞങ്ങളൊരു കിടിലൻ സാധനം കൊടുക്കാൻ പോവുകയാണ്. ഈ തറവാട്ടിലെ കാരണവന്മാർ പാരമ്പര്യമായി കൈമാറി വന്ന 150 വർഷം കടലിനടിയിൽ പൂഴ്ത്തിവെച്ച തണുപ്പിച്ച ബ്രിട്ടീഷ് രാജാവ് സർ റൊണാൾഡ് എക്ബോർ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന ലോകത്തിലെ ഏറ്റവും വില കൂടിയ സിംഗിൾ മാൾട്ട് വിസ്കി. അതെ അപ്പച്ച, പറമോനെ, ഞാൻ കുടിക്കുകയല്ല. അത് എന്നാ ജോയ് മോനെ, ക്രിസ്ത്യാനിയായിട്ട് 2 എണ്ണം അടിച്ചില്ലെങ്കിൽ സഭയ്ക്കല്ലേ മോശം? വേണ്ടാഞ്ഞിട്ടാ. നിങ്ങൾ കുടിക്ക്, ഞാൻ കമ്പനി തരാം. അവനെ നിർബന്ധിക്കണ്ട.
അവനുള്ളതും കൂടെ ഞാൻ അടിച്ച പ്രശ്നം തീർന്നല്ലോ. പറഞ്ഞു നിൽക്കാതെ സാധനം എടുക്കുക, അതിന്റെ മണമെങ്കിലും ഞാൻ കേൾക്കട്ടെ. മോനെ നിന്റെ കൈ കൊണ്ട് തന്നെ അത് തുറക്ക്, എന്നിട്ട് ഓരോ ബാഗ് എല്ലാവർക്കും കൂടെ ഒഴിച്ചു കൊടുക്ക്. നിങ്ങളുടെയൊക്കെ സ്നേഹം കാണുമ്പോ എങ്ങനെയാ വേണ്ടാന്ന് പറയുന്നേ? ഞാൻ ഒഴിച്ചു തരാം. ഓക്കേ ഓക്കേ. ഇത് ഞാൻ എങ്ങനെ സഹിക്കൂ? ഇന്നലെ കൂടി വെള്ളം ചേർക്കാതെ ഒരു ബസ് ഞാൻ അടിക്കണത് സ്വപ്നം കണ്ടതാണല്ല. പളുമ്പുകൾ ചിതറി വീഴുമീ. അപ്പച്ച കുപ്പച്ച, എന്നാ പോക്കൃത്തമാണോ പട്ടി നീ കാണിച്ചത്? അപ്പച്ച ഇനി എങ്ങനെ വിളിച്ച നാട്ടിയാൻ പിടിയെടുക്കും. പൂഞ്ചോരപ്പറമ്പിലെ മൂക്കുറ്റി മോറ, ഒരു കുപ്പി പൊട്ടിക്കാൻ അറിയാത്ത നീയൊക്കെ കല്യാണം കഴിച്ചിട്ട് എടാ ചെറ്റപ്പർക്കി. പഞ്ചാഗ്നി മധ്യേ തപസ്സു ചെയ്താലുമീ പാപകർമ്മത്തിൻ പ്രതിക്രിയയാകുമോ? മതി, നിർത്ത്. എല്ലാരും കൂടെ അവനെ ഇങ്ങനെ തല്ലണ്ട. അമ്മച്ചി കാന്താരി മുള വരച്ച് കണ്ണി തേച്ചിട്ട് പഴത്തില് ബ്ലേഡ് വെച്ച് തിന്നാൻ കൊടുക്കും ഈ സാമദ്രോഹിക്ക്. എനിക്കൊരു 30 സെക്കൻഡ് താ. എന്റെ അഭിലാഷമല്ല അമ്മ, എനിക്കൊരു 30 സെക്കൻഡ് താ. എനിക്കൊരു 30 സെക്കൻഡ് താ. ജന്മഭൂമി ഭാരതം നിതാന്ത ധർമ്മ സൈകതം. എല്ലാരും കൂടെ എന്തിനാ ഇവനെ തല്ലുന്നേ? പിന്നെ തല്ലാതെ എടാ 150 വർഷം പഴക്കമുള്ള ഈ കുപ്പി ഈ അരോചകം പൊട്ടിച്ച് ഒരു കൊല്ലണ്ടാവുന്ന. നീ പൊട്ടിച്ചല്ലടാ, നിനക്ക് വെടിയിറച്ചി വേണം അല്ലേ? നീയാണ് ഇവിടുത്തെ വെടിയിറച്ചി. ഇന്നത്തെ വെടിയിറച്ചി നീയാണടാ. എന്റെ ചോദിച്ചാല് ഇങ്ങനെ വെടിവെച്ച് കൊല്ലരുത് പ്ലീസ്. കുഞ്ഞോളെ ഇഞ്ചിഞ്ചെ തല്ലിക്കൊല്ലണം, നരകിച്ച് വേണം ഇയാള് ചാവാൻ. One minute, please. ഈ തറവാട്ടിലെ ഏറ്റവും ബുദ്ധിയുള്ള കാരണവർ ഞാനാണല്ലോ. നിങ്ങളെക്കാളൊക്കെ ലോകപരിചയവും അനുഭവ സമ്പത്തും എനിക്കുണ്ടല്ലോ. ദീർഘവീക്ഷണവും ത്രികാലജ്ഞാനിയുമായ ഞാൻ ഇതെല്ലാം മുന്നിൽ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ പുതിയൊരു സത്യം ഞാൻ ഇവിടെ വെളിപ്പെടുത്തുന്നു. ഇപ്പോൾ ഇവിടെ വീണു പൊട്ടിയ കുപ്പി ഒറിജിനൽ അല്ല. അയ്യോ ഞാനിപ്പോ അറിയാതെ വെടിവെച്ചു പോയതിന്. അളിയ മുത്തേ സോറി, നേരത്തെ വിളിച്ച് ചട്ടി ഞാൻ തിരിച്ചെടുത്ത്. പോരെ ഞാൻ അടിക്കരുത് എന്ന് പറഞ്ഞത് നീ കേട്ടായിരുന്നാ? ജോജാൻ എന്നോട് ക്ഷമിക്കണം കേട്ടോ. മതി മതി മതി, മാപ്പ് പറച്ചിലും കെട്ടിപ്പിടുത്തും ഒക്കെ പിന്നെ. മക്കളെ, അകത്തിരിക്കുന്ന ആ ഒറിജിനൽ സാധനം നിങ്ങൾ എടുത്തോണ്ട് വേണം. മക്കളെ, ഒരു കുടുംബമാവുമ്പോ ഇണക്കവും പിണക്കവും ഒക്കെ സ്വാഭാവികമാണ്. അതിന്റെ പേരിൽ ആരും തന്നെ മോശപ്പെട്ട ലാംഗ്വേജ് ഉപയോഗിക്കരുത്, തമ്മിൽ തല്ലുകയും ചെയ്യരുത്. നമ്മുടെ ഈ കുടുംബത്തിൽ ഇനി വഴക്കുകൾ ഉണ്ടാകരുത്. ഈ സന്തോഷം എന്നെന്നും നിലനിൽക്കണം. അതിനായി നിങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ഒറിജിനൽ വിസ്കി ഞാൻ തന്നെ തുറന്ന് എല്ലാവർക്കും പകർന്നു തരാം. നുകരും. എന്നാൽ ഞാനൊരു സത്യം പറയാം. ആദ്യം പൊട്ടിയതായിരുന്നു ഒറിജിനൽ സത്യം.